CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ന്യൂനപക്ഷ മേഖലകളിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു മന്ത്രി തോമസ് ഐസക്കിന്റെ പ്രചാരണം. വ്യക്തിഹത്യ നടത്താനുള്ള തീരുമാനം CPM സംസ്ഥാന നേതൃത്വത്തിന്റേതാണെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു. എന്നാൽ ആരോപണം കുറ്റബോധം കാരണമാണെന്ന് LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പേ ആരംഭിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ വോട്ടെടുപ്പിന് പിന്നാലെയും കൊല്ലത്ത് തുടരുകയാണ്. CPM വ്യക്തിഹത്യ നടത്തുകയായിരുന്നുവെന്ന് ആരോപിച്ച പ്രേമചന്ദ്രൻ ഇതിന് നേതൃത്വം നൽകിയത് CPM സംസ്ഥാന നേതൃത്വമാണെന്നും പറഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ മതസ്പർദ്ധയുണ്ടാകുന്ന രീതിയിലാണ് ധനമന്ത്രി തോമസ് ഐസക് പ്രചാരണം നടത്തിയതെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി. RSS വൽക്കരിച്ച് സംഘിവൽക്കരിച്ച് മതന്യൂനപക്ഷ സമൂഹത്തിന് മുന്നിൽ നിലവിലൊഴിക്കുന്ന ഒരു സ്വീകാര്യത ഇല്ലാതാക്കി തീർക്കുക എന്ന ബോധപൂർവമായ തന്ത്രം. MP എന്ന നിലയിലെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയോ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി നേരിടുകയോ ചെയ്യാത്തത് CPM-ന് ഗതികേടാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം പ്രചാരണങ്ങൾ നടത്തിയത് പ്രേമചന്ദ്രനാണെന്ന് ഇടതു സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പ്രതികരിച്ചു. UDF-ന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ പലപ്പോഴും അവസരവാദപരമാവുന്നു. പ്രത്യേകിച്ച് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ പല സംഭവങ്ങളും വ്യക്തിഹത്യ നടത്തിയെന്ന് പറഞ്ഞിട്ട് പറയുന്നത് കുറ്റബോധം മറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ച ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് NK പ്രേമചന്ദ്രൻ. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കൊല്ലം.